ട്രംപിൻ്റെ ഗസ ഒഴിപ്പിക്കൽ പ്രഖ്യാപനം വലിയ വിവാദമായി മാറിയിരുന്നു. ഗസയിലെ പലസ്തീനികൾ ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പോകണമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഇതിനെതിരെ ഈജിപ്തും ജോർദാനും മാത്രമല്ല അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു. പ്രതിഷേധം കനത്തതോടെ ട്രംപ് നിലപാട് മയപ്പെടുത്തി. പലസ്തീനികളെ ബലമായി കുടിയിറക്കി ഗസ മുനമ്പേറ്റെടുക്കുക എന്ന ആശയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസം മുമ്പാണ് മുന്നോട്ട് വച്ചത്. എന്നാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും പലസ്തീനുമടക്കം ലോകരാജ്യങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് ഈ നീക്കത്തോട് പ്രതികരിച്ചത്. പലസ്തീനികളെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ട്രംപ് നെതന്യാഹുവിന് കൂട്ടുനിൽക്കുകയാണെന്നും വിമർശനമുയർന്നു. പിന്നാലെ തന്നെ ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ നടന്ന ഉച്ചകോടിയിൽ പലസ്തീനികളെ സ്വന്തം മണ്ണിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള പുനർനിർമ്മാണ പദ്ധതി അറബ് രാജ്യങ്ങൾ തയ്യാറാക്കിയിരുന്നു. ഈ ഗസ പുനർനിർമ്മാണ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന് മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഗസ ഒഴിപ്പിക്കലുമായി ട്രംപ് മുന്നോട്ട് പോകുന്നുവെന്ന് അമ്പരപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഗസയിലെ പലസ്തീനികളെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി കുടിയിറക്കാൻ അമേരിക്കയും ഇസ്രായേലും പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ട്. ഗസയിൽ നിന്നും സുഡാനിലേക്കും സൊമാലിയയിലേക്കും സൊമാലിയ ലാൻഡിലേക്കും പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കാനാണ് പദ്ധതി. 3 രാജ്യങ്ങളിലെയും സർക്കാരുകളുമായി USഉം ഇസ്രായേലും ഇക്കാര്യം ചർച്ച ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ സുഡാൻ അധികൃതർ അമേരിക്കയുടെ പദ്ധതി നിരസിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഒരു US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ചർച്ചകളിൽ ഇസ്രായേലും നേതൃത്വം വഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതിനിടെ ഹമാസുമായി സഖ്യത്തിനൊരുങ്ങുകയാണ് US എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. ഖത്തറിൽ US ഹമാസ് ഉദ്യോഗസ്ഥതല ചർച്ച നടത്തി. ചർച്ച ഏറെ നിർണായകമാണെന്ന വിലയിരുത്തലുമുണ്ടായി. US പ്രസിഡന്റ് ട്രംപിൻ്റെ ഗസ ഏറ്റെടുക്കൽ പ്ലാൻ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പിന്നാലെയാണ് ട്രംപ് നിലപാടിൽ അയവ് വരുത്തുകയും ഹമാസുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തത്. തുടർന്നാണ് ഖത്തറിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നേരിട്ടുള്ള ചർച്ച നടത്തിയത്. USൻ്റെ കഴിഞ്ഞകാല നിലപാടിൽ നിന്ന് ചരിത്രപരമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നായിരുന്നു നിരീക്ഷണം. ഗസ ഒഴിപ്പിക്കൽ പ്ലാനിൽ നിന്ന് പിന്മാറിയ ട്രംപിൻ്റെ തീരുമാനത്തെ ഹമാസും സ്വാഗതം ചെയ്തിരുന്നു. പോസിറ്റീവ് സ്റ്റെപ്പ് എന്നാണ് USൻ്റെ നിലപാടിനെ ഹമാസ് വിശേഷിപ്പിച്ചത്. 2012 പഴയ നിലപാട് തിരുത്തി ട്രംപ് എത്തിയത്. ആരും പലസ്തീനികളെ ഗസയിൽ നിന്ന് പുറത്താക്കില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതായി ഹമാസ് പരാതിപ്പെട്ടു. ഇസ്രായേൽ കരാർ പാലിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നും ഹമാസ് USനോട് ആവശ്യപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹമാസിൻ്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഗസ മുനമ്പിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുമെന്ന ആശയത്തിൽ നിന്ന് ട്രംപ് പിന്മാറുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെയാണ് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് ഖത്തറിൽ US ഹമാസ് കൂടിക്കാഴ്ച ഉണ്ടായത്. ഗസയിലെ അമേരിക്കൻ ഇസ്രായേലി ബന്ധുക്കളെ വിട്ടയക്കുന്നതിനെക്കുറിച്ചും ചർച്ച നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ട്രംപിൻ്റെ മനസ്സിലെന്തെന്ന് വ്യക്തമല്ല. ട്രംപിൻ്റെ നിരവധി നിലപാട് മാറ്റങ്ങൾ ലോകം കണ്ടതാണ്. അതിനാൽ എന്ത് സംഭവിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല.